വളരെ ആവേശകരമായി ജനങ്ങൾ പോളിംഗിൽ പങ്കെടുക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണത്. ആളുകൾ കൂടുതൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. സ്വാഭാവികമായി ഞങ്ങളുടെ പ്രതീക്ഷ UDF-ന് വൻപിച്ച ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വോട്ടെടുപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യും, നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ അന്തരീക്ഷത്തെ വോട്ടാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമമാണ് ഞങ്ങൾ എല്ലാവരും നടത്തിയത്. ഞാൻ ഏതാണ്ട് 15-16 ദിവസത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വാചനം ശരിക്കും മനസ്സിലാക്കണം. 25,000 വോട്ട് കിട്ടത്തക്ക രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിയുമായിരുന്നു. ജനങ്ങൾ ഈ സർക്കാരിനെതിരായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ അവിടെ കാണാൻ കഴിയുമായിരുന്നു. മലയോര മേഖലയിലെ കാട്ടാന ശല്യവും വന്യജീവികളുടെ അക്രമങ്ങളും കാരണം കർഷകൻ ബുദ്ധിമുട്ടിൽ, വിലക്കയറ്റം കാരണം സാധാരണക്കാരൻ പ്രയാസത്തിൽ, അതുപോലെ തന്നെ ഒരു വികസനവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടക്കാത്തതിന്റെ അമർഷം, ഇതെല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമായി. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ പോളിംഗ് ബൂത്തിൽ PV അൻവറിനെ കണ്ടപ്പോൾ ഷൗക്കത്ത് അടുത്തേക്ക് ചെന്നപ്പോൾ കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിക്കേണ്ട, ഷൗക്കത്ത് കെട്ടിപ്പിടിച്ചാൽ അത് ആത്മാർത്ഥത ഇല്ലാത്ത കെട്ടിപ്പിടുത്തമായിരിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. അങ്ങനെ ആത്മാർത്ഥത ഇല്ലാത്ത ആളാണോ ഷൗക്കത്ത്? അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ആണ്. നമ്മള് ഓരോരുത്തരെ എങ്ങനെ കാണുമ്പോൾ, രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അത് വ്യക്തിഗതമായ കാര്യമാണ്. അതിപ്പോൾ ഞാൻ അതിനകത്തൊരു പ്രതികരണം നടത്തേണ്ട ആവശ്യമില്ല. അത് കാണാൻ പോവല്ലേ, കാണട്ടെ. അപ്പൊ EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ EP ഗോവിന്ദനെ എന്തിനാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? EP ജയരാജനെ എന്തുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? തെരഞ്ഞെടുപ്പിന് തലേ ദിവസം അദ്ദേഹം BJPയുടെ പ്രഭാരിയുമായി ചായ കുടിച്ച വാർത്ത പുറത്തു വന്നതാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോൾ ഇത് പറഞ്ഞ് MV ഗോവിന്ദൻ ഇത് പറഞ്ഞതോടുകൂടി അവർ തമ്മിൽ രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ അറിയേണ്ടത് MV ഗോവിന്ദന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്.